ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പിനാച്ച് റൈസാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ചീര എന്ന് പറയുന്നത് സ്പിനാച്ച് റൈസ് എന്ന് പറഞ്ഞാൽ ചീരച്ചോറ്. സോ ഇതിങ്ങനെ പാക്കറ്റിലായിട്ടാണ് കിട്ടുക. സോ ഇത് റെഡി ടു ഈറ്റ് ആണ്, അതായത് ക്ലീൻ ചെയ്ത് വരുന്ന ചീരയാണ്. സോ ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിത് പച്ചക്ക കഴിക്കുന്നതെങ്കിൽ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാറുണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട്, ഒരുപാട് ചെറുതായിട്ട് മുറിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മെയിനായിട്ട് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഉപ്പേരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അതവിടെ സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കും. അതുകൊണ്ട് അതിന് കൂടെയുള്ളൊരു പരിപാടിയാണിത്. നമ്മളിത് ചോറിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത്. പിന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ടാവും നമ്മളിത് ചോറിനോട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ. ഇതിനൊക്കെ ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി യൂസ് ചെയ്യാം. പിന്നെ ഇതെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാണ്. ഓയിലിപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം കോക്കനട്ട് ഓയിലാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് ജീരകമാണ്. ജീരകം ഞാൻ സാധാരണ ഇതിലേക്ക് ചുവന്ന മുളകാണ് ഇടാറ്. നിങ്ങൾ പച്ചമുളകാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വലിയുള്ളി കുറച്ച് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കെട്ടിയാൽ മതി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചേർക്കുന്നത് തേങ്ങയാണ്, കോക്കനട്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി, ഒരുപാട് വഴറ്റിയെടുക്കണ്ട. അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ചീര ചേർക്കുക. ഇത് കുറച്ച് ഒന്ന് വെന്ത് കിട്ടുന്ന സമയം നമ്മളിപ്പോൾ പറയും ഇലക്കറികൾ ഒരുപാട് കുക്ക് ചെയ്ത് കഴിക്കരുതെന്ന് പറയും. അതിൻ്റെ എന്താ പറയുക, ഗുണങ്ങളൊക്കെ പോയി പോകുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം അതിലേക്ക് ഞാൻ ഓൾറെഡി ഇവിടെ റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. അതിൻ്റെ കൂടെ സൈഡിലായിട്ട് ഞാനിവിടെ ഇപ്പം പ്രോൺ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. സോ ഇത് നമുക്ക് ജസ്റ്റ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് പരിപ്പിൻ്റെ പൊടി, അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പം ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്, ഇത് ഞാൻ അത് പാക്കറ്റിൽ വാങ്ങിച്ചതാണ്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ സാധാരണ പരിപ്പ് പൊടിയൊക്കെ ഉണ്ടാകും. പരിപ്പ് പൊടിയും നെയ്യൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ലഞ്ച് മെനു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.